ഇപ്പോഴൊരു പ്രധാനപ്പെട്ട വിവരം കൂടി വരുന്നുണ്ട്. പോലീസിൽ ഹണി റോസ് പരാതി നൽകിയതിന് പിന്നാലെ കേസെടുത്തു പോലീസ്. അതിനുശേഷം ഈ വ്യവസായി ബോബി ചെമ്മണ്ണൂർ ബംഗളൂരുവിലേക്ക് കടക്കാൻ ശ്രമിച്ചു എന്ന വിവരമാണ് വരുന്നത്. കോയമ്പത്തൂരിലെ ഷോറൂം ഉദ്ഘാടനം കഴിഞ്ഞ് ബംഗളൂരുവിലേക്ക് ബോബി ചെമ്മണ്ണൂർ പോകാൻ തീരുമാനിച്ചിരുന്നു. അതിനിടെയാണ് പോലീസ് നാടകീയമായി കസ്റ്റഡിയിലെടുക്കുന്നത്. നേരത്തെ വിഷ്ണു പറഞ്ഞതുപോലെ ആ റിസോർട്ടിൽ നിന്ന് ഈ 1000 ഏക്കർ എന്ന് പറയുന്ന ആ സ്ഥലത്ത് നിന്ന് 1000 ഏക്കർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ വണ്ടി തടഞ്ഞാണ് പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് പുതിയ വിവരം. ശ്രീകാന്ത് ആ വാർത്തയുടെ മറ്റു വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, ഇപ്പോൾ നേരത്തെ വിഷ്ണു പറയുകയായിരുന്നു, ഇപ്പോൾ കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ പോലീസിന് കുറെ കൂടി കാര്യങ്ങൾ ബുദ്ധിമുട്ടായതിനും മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസിൻ്റെ ഒക്കെ സഹായം തേടേണ്ടി വന്നേനും. ഇപ്പോൾ അതിന് അവസരം ഒരുങ്ങിയില്ല. ബംഗളൂരുവിലേക്ക് കടക്കാനുള്ള നീക്കവും ചടുലമായ ഇടപെടലൂടെ പോലീസ് പൊളിച്ചല്ലേ? വിജയകുമാർ, പുലർച്ചെ 4 മണിയോടുകൂടി വയനാട്ടിലേക്ക് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള സംഘം എത്തി എന്നുള്ളതാണ്. ശേഷം അവിടുത്തെ SP മാത്രമാണ് ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ സ്ക്വാഡ് പിന്നീട് കാര്യങ്ങൾ കൃത്യമായി ചടുലമായി നീക്കി പിന്നീടാണ് ഈ മേപ്പാടിയിലെ ഇദ്ദേഹത്തിന്റെ 1000 ഏക്കറിലേക്ക് എത്തുന്നത്. ഇദ്ദേഹം ബംഗളൂരുവിലേക്ക് കടക്കാൻ തയ്യാറെടുപ്പ് നടത്തിയിരുന്നു എന്നുള്ളത് ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന വിവരം. കാരണം കോയമ്പത്തൂരിലെ ഇദ്ദേഹത്തിന്റെ ഒരു ഷോറൂം ഉദ്ഘാടനം കഴിഞ്ഞ് അദ്ദേഹം കടക്കാനാണ്, അങ്ങോട്ടേക്ക് നീങ്ങാനാണ് നിശ്ചയിച്ചിരുന്നത്. ഇതിനിടെ പോലീസ് എത്തുന്ന വിവരം ബോബി ചെമ്മണ്ണൂരിന് ചോർന്നു കിട്ടി. ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് ഈ കസ്റ്റഡിയിലേക്കൊക്കെ പോകുന്നത്. അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷയുമായി നീങ്ങാൻ അഭിഭാഷകനുമായി അടക്കം ചർച്ച നടത്തിയിരിക്കുകയാണ് ഉണ്ടായത്. ബംഗളൂരുവിൽ ഇരുന്നു കൊണ്ട് ഈ ജാമ്യമെടുത്ത ശേഷം, മുൻകൂർ ജാമ്യമെടുത്ത ശേഷം തിരികെ എത്തുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പദ്ധതി. പക്ഷേ അത് സെൻട്രൽ പോലീസ് പൊളിച്ച് കയ്യിൽ കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടെ കൊച്ചിയിലേക്ക് സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്യാൻ അദ്ദേഹം അനുമതി തേടി. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. തന്നോടൊപ്പം 1-2 പോലീസുകാർ കൂടി തന്റെ വാഹനത്തിലേക്ക് കയറിക്കോളൂ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. പക്ഷേ പോലീസ് അത് അനുവദിച്ചില്ല എന്നുള്ള വാർത്തയുമുണ്ട്. ലൈംഗിക അധിക്ഷേപ കേസിലെ പ്രതിക്ക് നൽകുന്ന പരിഗണന മാത്രമേ നൽകാനാകൂ എന്ന് പോലീസ് മറുപടി നൽകി. ഒപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ ഈ കേസിലുണ്ട് എന്നുള്ള കാര്യം ബോബി ചെമ്മണ്ണൂരിനെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസ്. അതിനാൽ അവിടെ മുതൽ ഇവിടെ വരെ പോലീസിന്റെ ബൊലേറോ വാഹനത്തിൽ ബോബി ചെമ്മണ്ണൂർ യാത്ര ചെയ്യണം. അക്കാര്യത്തിൽ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് അദ്ദേഹം പാലിച്ചു എന്നാണ് നേരത്തെ ഹണി റോസ് തന്നെ പറഞ്ഞത്. DGPയും ഒക്കെയായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിവേഗ ഇടപെടൽ അങ്ങനെ സംഭവിച്ചു എന്നാണ് കരുതുന്നത്. എന്തായാലും ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിയിലേക്ക് കൊണ്ടുവരികയാണ്. വൈകുന്നേരത്തോടെ ഇവിടെ സെൻട്രൽ പോലീസിലെത്തിക്കും, സ്റ്റേഷനിലെത്തിക്കും. അറസ്റ്റ് അടക്കം തുടർ നടപടിയിലേക്ക് കടക്കും, കോടതിയിൽ ഹാജരാക്കും. ജാമ്യം ലഭിക്കാത്ത വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യൽ, ഒരു കസ്റ്റോഡിയൽ ഇൻട്രോഗേഷനൊക്കെ വേണ്ടിവരും. അതിന് പോലീസ് കോടതിയുടെ അനുവാദം തേടുകയും ചെയ്യും. വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധികൾ നൽകിയത് വിവിധ ബ്യൂറോകളിൽ നിന്ന്.